അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയെല്ലൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ. 89-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിലേറെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ തിരുവല്ല മഞ്ഞാടിയിൽ വെച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ ഓർഡിനേഷൻ നടക്കുകയാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയിലാണ്. അതിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു 5:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ മഞ്ഞാടിക്ക് പോകുന്നത് കൊണ്ട് ഇന്ന് ലൈവ് പ്രാർത്ഥനയ്ക്ക് വരുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഈ ദിനം നന്മയുടെ ദിനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 89-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹതയില്ലാതെ ദൈവം നമ്മുടെ മേൽ പകരുന്ന അനുഗ്രഹങ്ങൾക്ക് കൃപ എന്നുള്ള പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അവിടുത്തെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ജീവിച്ചിരുന്ന ദൈവത്തെ സ്തുതിക്കുന്നത്, പുകഴ്ത്തുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അവിടുത്തെ കൃപ എപ്പോഴും നമ്മുടെ മേലുള്ളത് കൊണ്ട് നാം നന്മ അനുഭവിക്കുന്നു എന്നുള്ള സത്യം ഒരിക്കലും മറക്കാതെ ദൈവത്തിന് പാടുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനസ്സോടുകൂടി നിൽക്കുവാനായി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു വലിയ തിരിച്ചറിവോടുകൂടി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ കൃപ എന്നേക്കുമുള്ളതാണ്. നാം തെറ്റ് ചെയ്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് അകലുമ്പോഴും അവിടുത്തെ കൃപയുടെ കരങ്ങളാൽ എപ്പോഴും അവൻ നമ്മെ മാറോട് അണയ്ക്കുന്ന ദൈവമാണ്. ആ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം, വിധേയത്വപ്പെടുത്താം. അവൻ എത്ര നല്ലവനാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവൻ്റെ കൃപ എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് കൂടെ ചേർന്ന് നമുക്കും ഈ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പാടാം, ഈ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വാഴ്ത്താം. അവൻ നല്ലവനാണ്, അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്, അവൻ്റെ കൃപ എപ്പോഴും എൻ്റെ മേലുണ്ട് എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്നുള്ള ആശംസയോടെ ഈ ഒരു ദിനത്തിൽ സകല നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നാളെ രാവിലെ 5:15 നമുക്ക് വീണ്ടും കൂടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി വാക്കുമാറാത്തവനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ വരുവാൻ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഈ ലൈവ് പ്രാർത്ഥനയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകലവരെയും, ഈ വീഡിയോ കാണുന്ന സകല വ്യക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിനം അവർക്ക് നന്മയുടെ ദിനമാകട്ടെ. ഈ ഒരാഴ്ച അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിലേറെ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടവരായി നിൻ്റെ ജനം മാറ്റപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നേ ദിവസം ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരുങ്ങുന്ന അജീഷ് എന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജീഷിൻ്റെ വൈഫ് അനുഷ എന്ന പ്രിയമകളിൽ നിന്നാണല്ലോ ലിവർ സ്വീകരിക്കുന്നത്. പ്രിയമകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, നിൻ്റെ മക്കൾക്ക് ഇന്ന് നടക്കുന്ന സർജറി ഏറ്റവും വിജയപ്രദമായി തീരാൻ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്ന പ്രജ. കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിൻ്റെ മക്കൾ ആരെങ്കിലും മാനസികമായി, ശാരീരികമായി വൈഷമ്യങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവമല്ലാതെ മറ്റാരും ഞങ്ങളെ കരുതുവാനില്ലാത്തതുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ നിറയപ്പെട്ടവരായി സ്തോത്രത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവ് അവരോട് കൂടെ ഉണ്ടെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നിൻ്റെ മക്കൾക്ക് നീ എപ്പോഴും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ദിനത്തിൽ കൂടെയിരിക്കണം. സകല നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണം. ഇതുവരെ കരുതി പാലിച്ച ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നാലും ക്രിസ്തുവിലൂടെ യാചന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണമേ. തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവമക്കളെ നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രകാരമുള്ള ഒരു അടിയന്തര സാഹചര്യം വന്നതുകൊണ്ടാണ് ലൈവ് പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയാതിരുന്നത്. എങ്കിലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.